നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ റേഷൻ കാർഡ് ഗുണഭോക്താക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു പ്രധാന അറിയിപ്പും അതുപോലെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. വാഹന മോഡിഫിക്കേഷന്റെ കാര്യം, അതുപോലെ കിറ്റ് വിതരണം, സൗജന്യ റേഷൻ കിറ്റ് വിതരണം എന്നിവയെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എപ്പോൾ ആരംഭിക്കും, എപ്പോൾ അവസാനിക്കും, ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ സാധനങ്ങൾ എന്തൊക്കെയാണ്, നീലക്കാർഡുകാർക്ക് ലഭിക്കുന്ന പ്രത്യേക അരി വിതരണം എന്താണ്, സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ എവിടെയൊക്കെയാണ് നടക്കുന്നത്, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം വിശദമായി നോക്കാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചതനുസരിച്ച് ഓഗസ്റ്റ് 10 മുതൽ AY വിഭാഗം റേഷൻ കാർഡുകാർക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിക്കും. വിതരണം ഉത്രാടം ദിനമായ ഓഗസ്റ്റ് 25-നകം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതായത് ഓണത്തിന് മുൻപ് അർഹരായ ഗുണഭോക്താക്കളിലും കിറ്റുകൾ എത്തിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ നടക്കുന്നത്. ഇനി ആർക്കൊക്കെയാണ് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുക എന്ന് നോക്കാം. ഈ വർഷം സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുന്നത് പ്രധാനമായും 2 വിഭാഗക്കാർക്കാണ്. ഒന്നാമതായി AY വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ, രണ്ടാമതായി സംസ്ഥാനത്തെ വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾ. അതായത് എല്ലാവർക്കുമല്ല ഈ സൗജന്യ കിറ്റ് ലഭിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എത്ര കിറ്റുകളാണ് തയ്യാറാക്കുന്നതെന്ന് പറയാം. 2026 ജൂൺ മാസത്തിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ വിതരണം ചെയ്യുന്നതിനായി ഏകദേശം 6,09,305 കിറ്റുകളാണ് ആവശ്യമായി വരുന്നത്. ഇത്രയും കിറ്റുകൾ തയ്യാറാക്കി സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് അധികൃതർ അറിയിച്ചു. ഇനി ഈ വർഷം തയ്യാറാക്കുന്ന ഒരു ഓണക്കിറ്റിന് ഏകദേശം ചിലവ് 854 രൂപയായി കണക്കാക്കുന്നു. ഈ തുകയ്ക്കുള്ളിൽ കിറ്റുകളിലെ എല്ലാ ഭക്ഷ്യവസ്തുക്കളും കൂടാതെ തുണിസഞ്ചിയും ഉൾപ്പെടുന്നുണ്ട്. ഈ ഓണക്കിറ്റിന് പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ 53 കോടി അനുവദിച്ചതായി ഭക്ഷ്യമന്ത്രി അറിയിച്ചു. സിവിൽ സപ്ലൈസ് വകുപ്പും സപ്ലൈകോയും ചേർന്ന് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ്. ഓണക്കാലത്ത് പൊതുവിപണിയിൽ ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി വലിയ അളവിൽ സംഭരണവും വിതരണവും സർക്കാർ ഒരുക്കുന്നുണ്ട്. അതിൽ 1,65,932 മെട്രിക് ടൺ അരി കൂടാതെ 25,506 മെട്രിക് ടൺ ഗോതമ്പ് വിപണിയിൽ എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഓണക്കാലത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനാണ് ശ്രമം. മഞ്ഞ കാർഡുകാർക്ക് മാത്രമല്ല, മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നീല കാർഡുകാർക്കും സർക്കാർ പ്രത്യേക അരി വിതരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത മാസം മുതൽ പ്രത്യേക നിരക്കിൽ അരിയും ഗോതമ്പും വിതരണം ചെയ്യും. നീല കാർഡുകാർക്ക് ലഭിക്കുന്നത് 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിലും ആണ് ലഭിക്കുക. ഇത് ഓണക്കാലത്തെ പ്രത്യേക വിതരണത്തിന്റെ ഭാഗമായാണ് നടക്കുന്നത്. വിപണി ഇടപെടലിന്റെ ഭാഗമായി ഈ വർഷവും സംസ്ഥാനത്താകെ വലിയ രീതിയിൽ സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നു. മെഗാ ട്രേഡ് ഫെയറുകൾ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ ഓഗസ്റ്റ് 25 വരെ മെഗാ ട്രേഡ് ഫെയറുകൾ നടക്കും. ഇനി മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ജില്ലാതല ഓണം ഫെയറുകൾ സംഘടിപ്പിക്കും. അതുപോലെ സംസ്ഥാനത്തെ 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകൾ പ്രവർത്തിപ്പിക്കും. ഇവിടെ വിവിധ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും നിയന്ത്രിത വിലയിലും ലഭിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. റേഷൻ കാർഡിനായി ലഭിച്ച ഓൺലൈൻ അപേക്ഷകളുടെ വിവരണവും മന്ത്രി പങ്കുവച്ചു. ആകെ 76,338 അപേക്ഷകളാണ് ലഭിച്ചിരുന്നത്. ഇതിൽ അംഗീകരിക്കപ്പെട്ടത് 73,024 ആണ് ഇതിൽ അംഗീകരിക്കപ്പെട്ടത്. ഇവർക്ക് മുൻഗണന റേഷൻ കാർഡുകൾ അനുവദിക്കുന്ന നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് പുതിയ അർഹരായ നിരവധി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന തീരുമാനം കൂടിയാണ്. ഇനി എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന പ്രധാന ഭാഗമാണ് ഈ വർഷത്തെ സൗജന്യ ഓണക്കിറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ചില ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പഞ്ചസാര 1 കിലോ, വെളിച്ചെണ്ണ 1 ലിറ്റർ, തൂരപ്പരിപ്പ് 250 ഗ്രാം, ചെറുപയർ 250 ഗ്രാം, വൻപയർ 250 ഗ്രാം, കടല 500 ഗ്രാം, നെയ്യ് 100 മില്ലി ലിറ്റർ, ശബരി പായസക്കൂട്ട്
40 ഗ്രാം, ശബരി ഗോൾഡ് ചായപ്പൊടി 250 ഗ്രാം, ശബരി പായസം മിക്സ് 200 ഗ്രാം, ശബരി സാമ്പാർ പൊടി 100 ഗ്രാം, ശബരി മുളക് പൊടി 100 ഗ്രാം, ശബരി മഞ്ഞൾപ്പൊടി 100 ഗ്രാം, ശബരി മല്ലിപ്പൊടി 100 ഗ്രാം, ശബരി ഉപ്പുപൊടി 1 കിലോ, അതുപോലെ തുണിസഞ്ചി, ഇവയെല്ലാം ഒരുമിച്ചാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. അങ്ങനെ 16 എണ്ണമാണ് ഇതിൽ പറയുക. തുണിസഞ്ചി ചേർത്തില്ല എന്നില്ല വെച്ചാൽ നമുക്കൊരു 15 ഐറ്റം കണക്കാക്കാം. തുണിസഞ്ചിയും ചേർത്തി 16 ഐറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓണക്കിറ്റ് വാങ്ങാൻ പോകുമ്പോൾ റേഷൻ കാർഡും പതിവായി ആവശ്യമായ തിരിച്ചറിയൽ രേഖകളും കൈവശം കരുതുന്നത് നല്ലതാണ്. വിതരണ തീയതി, സമയം തുടങ്ങിയ വിവരങ്ങൾ നിങ്ങളുടെ റേഷൻ കടയിൽ നിന്ന് മുൻകൂട്ടി ഉറപ്പാക്കുക. തിരക്ക് ഒഴിവാക്കാൻ അനുവദിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ തന്നെ കിറ്റ് വാങ്ങാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കാം. കേരളത്തിലെ വാഹന ഉടമകളെയും വാഹന പ്രേമികളെയും ഏറെ ആവേശത്തിലാക്കുന്ന ഒരു പുതിയ നീക്കമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലെ ഭാവിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് പുതിയ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വാഹന പ്രേമികളുടെ വിവിധ ആവശ്യങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം നേരിട്ട് ശേഖരിക്കാൻ പ്രത്യേക സർവേ ആരംഭിച്ചിരിക്കുന്നത്. വാഹനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ അനുവദിക്കാമെന്ന് പൊതുജനങ്ങൾ കരുതുന്നു എന്നുള്ള കാര്യം, ഏതൊക്കെ മാറ്റങ്ങൾ സുരക്ഷയെ ബാധിക്കാതെ അനുവദിക്കാനാകുമെന്ന ചോദ്യം, നിലവിലുള്ള നിയമങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിക്കണമെന്നുള്ള കാര്യം, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ഗൂഗിൾ ഫോം അടിസ്ഥാനമാക്കിയുള്ള സർവേ ആരംഭിച്ചിരിക്കുകയാണ്. വാഹന ഉടമകൾക്കും വാഹന പ്രേമികൾക്കും ഈ സർവേയുടെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്താൻ അവസരമുണ്ട്. അതുപോലെ തന്നെ ഈ സർവേയുടെ പ്രധാന ലക്ഷ്യം എല്ലാവർക്കും വാഹനങ്ങളിൽ ഇഷ്ടമുള്ള രീതിയിൽ മാറ്റങ്ങൾ അനുവദിക്കുക എന്നതല്ല, പകരം വാഹന പ്രേമികളുടെ താല്പര്യവും റോഡ് സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും ഒരേപോലെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമതുലിത നയം രൂപപ്പെടുത്താനാണ് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിനാൽ സുരക്ഷയെ ബാധിക്കുകയോ പരിസ്ഥിതിക്ക് ദോഷകരമായോ ആയ മാറ്റങ്ങൾ അനുവദിക്കണമെന്ന അർത്ഥത്തിൽ ഈ സർവേ കാണേണ്ടതില്ല. ഈ പൊതുജന സർവേയിലൂടെ പ്രധാനമായും പരിഗണിക്കുന്നത് നിലവിലുള്ള നിയമങ്ങളിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, വാഹനങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള വ്യക്തിഗത മാറ്റങ്ങൾ സുരക്ഷിതമായി അനുവദിക്കാനാവും, അതുപോലെ അനുവദിക്കാവുന്ന മാറ്റങ്ങൾക്ക് എന്തെല്ലാം നിബന്ധനകൾ വേണം, റോഡ് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് നിയമങ്ങൾ എങ്ങനെ കൂടുതൽ വ്യക്തവും പ്രായോഗികവുമാക്കാം, വാഹന ഉടമകളുടെയും വിദഗ്ധരുടെയും നിർദ്ദേശങ്ങൾ പുതിയ നയരൂപീകരണത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താം, ഇത്തരം നിർദ്ദേശങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് ശേഖരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ നടപടി ആരംഭിച്ചിരിക്കുന്നത് ഒരു അഭിപ്രായ ശേഖരണ നടപടിയായിട്ടാണ്. ഇതുവരെ പുതിയ മോഡിഫിക്കേഷൻ നിയമങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് നിലവിൽ പ്രാബല്യത്തിലുള്ള മോട്ടോർ വാഹന നിയമങ്ങളും ചട്ടങ്ങളും തുടരുന്നതാണ്. ഭാവിയിൽ സർക്കാർ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഔദ്യോഗികമായി പുതിയ മാർഗനിർദ്ദേശങ്ങളോ നിയമ ഭേദഗതികളോ പ്രഖ്യാപിച്ചാൽ മാത്രമേ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നിലവിൽ വരികയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ വിവരങ്ങളും ഔദ്യോഗികമാണെന്ന് നിങ്ങൾ കരുതരുത്. അതുകൊണ്ട് മോഡിഫിക്കേഷൻ ചെയ്യാമെന്ന് ഇപ്പോൾ തന്നെ ആഗ്രഹിക്കരുത്. കാരണം അത് നിയമത്തിന് എതിരായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഈ നിയമം പ്രായോഗികമായി നിലവിൽ വന്നാൽ പിന്നെ നിങ്ങൾക്ക് പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് വാഹനങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. വാഹന മോഡിഫിക്കേഷൻ സംബന്ധിച്ച വിഷയത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം നേരിട്ട് തേടുന്ന ഈ നടപടി ഭാവിയിൽ കൂടുതൽ വ്യക്തതയും പ്രായോഗികവുമായ നയരൂപീകരണത്തിലേക്ക് നയിക്കുമോ എന്നത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ നിലവിൽ ഇത് അഭിപ്രായ ശേഖരണ ഘട്ടത്തിലാണെന്ന കാര്യം എല്ലാവരും ഓർക്കണം. പുതിയ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നാൽ അതിന്റെ വിശദാംശങ്ങളും പ്രാബല്യ തീയതിയും നിബന്ധനകളും പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.